നമസ്കാരം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് നിർണായകമായ 4 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. യുഎസും ഇറാനും തമ്മിൽ വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന 2ാം ഘട്ട സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായിട്ടാണ് ചൈനയുടെ ഈ നയതന്ത്ര ഇടപെടൽ. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ബീജിംഗിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഷീ ജിൻപിങ് തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. മേഖലയിലെ സുസ്ഥിരമായ സുരക്ഷാ ഘടന ലക്ഷ്യമിട്ട് ചൈന മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഇവയാണ്. 1. മേഖലയിലെ രാജ്യങ്ങൾ തമ്മിൽ സമാധാനപരമായ സഹവർത്തിത്വം. 2. വികസന നയങ്ങളും സുരക്ഷാ നയങ്ങളും തമ്മിലുള്ള കൃത്യമായ ഏകോപനം. 3. ആഗോള നിയമവ്യവസ്ഥകൾ ഉയർത്തിപ്പിടിക്കൽ. 4. രാജ്യങ്ങളുടെ ദേശീയ പരമാധികാരത്തോടുള്ള പരസ്പര ബഹുമാനം. ഗൾഫ് രാജ്യങ്ങൾ അയൽക്കാരാണെന്നും അവരെ അകറ്റി നിർത്താൻ കഴിയില്ലെന്നും പറഞ്ഞ ചൈന മേഖലയുടെ പൊതുവായ സുരക്ഷാ ഘടന കെട്ടിപ്പടുക്കാൻ ഗൾഫ് രാജ്യങ്ങളെ പിന്തുണയ്ക്കേണ്ടത് അനിവാര്യമാണെന്നും കൂട്ടിച്ചേർത്തു. ഇറാന്റെ തുറമുഖങ്ങൾക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തിനെതിരെ ചൈന ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അമേരിക്കയുടെ നടപടി അപകടകരവും നിരുത്തരവാദപരവുമാണെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ഗുവോ ജിയാഗുൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് വെടിനിർത്തൽ കരാറിനെ തകർക്കുമെന്നും ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സങ്കീർണമാക്കുമെന്നും ചൈന മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ ഉപരോധം നിലനിൽക്കെ തന്നെ അത് വെല്ലുവിളിച്ച് ചൈനീസ് ബന്ധമുള്ള കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടക്കുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തെ വകവെക്കാതെ റിസ്റ്റാറി എന്ന കപ്പലാണ് സുരക്ഷിതമായി കടലിടുക്ക് കടന്നത്. യുഎസ് ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഷാങ്ഹായ് ഷുവാൻഗൻ ഷിപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് റിസ്റ്റാറി. ഷാർജയിൽ നിന്നും പുറപ്പെട്ട കപ്പൽ ചൈനയിലേക്കുള്ള യാത്രയിലാണ്. തങ്ങളുടെ എണ്ണ ടാങ്കറിൽ തൊട്ടാൽ വിവരമറിയുമെന്ന് ചൈനീസ് പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപിന്റെ ഭീഷണികൾക്കിടയിലും ചൈനീസ് കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്ന സംഭവം അമേരിക്കയെ പരിഹസിക്കാൻ ഇറാൻ ഒരു അവസരമായി മാറി. അമേരിക്കൻ ഉപരോധം പ്രാബല്യത്തിൽ വന്ന തിങ്കളാഴ്ച യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് കപ്പൽ മടങ്ങിയിരുന്നുവെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കപ്പലിൽ ചൈനീസ് ജീവനക്കാരാണ് ഉള്ളതെന്ന് അറിയിപ്പ് നൽകിയതിന് പിന്നാലെ ഇത് വീണ്ടും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്ര ആരംഭിക്കുകയായിരുന്നു. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നോ ഉള്ള കപ്പലുകൾ US നാവികസേന തടയുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം. എന്നാൽ ഇറാനിയൻ ഇതര തുറമുഖങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകൾക്ക് യാതൊരുവിധ തടസ്സവും നേരിടേണ്ടി വരില്ലെന്നും അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. ഇന്ധന ഉപരോധം മറികടക്കാൻ ഇറാനെ സഹായിച്ചു എന്ന കാരണത്താലാണ് ഏകദേശം 2 വർഷം മുമ്പ് റിസ്റ്റാറി എന്ന ഈ കപ്പലിനെ അമേരിക്ക കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. നിരവധി വലിയ മനോഹരമായ കപ്പലുകളുള്ള US നാവികസേന ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ടുകൾ പ്രകാരം പരസ്യങ്ങൾ ഒഴിവാക്കാൻ ടാങ്കർ ക്യാപ്റ്റൻ പ്രീമിയത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു എന്നാണ് ഇറാൻ സംഭവത്തെ പരിഹസിച്ചത്. റിസ്റ്റാറിയെ കൂടാതെ പനാമ പതാക ഏന്തിയ പീസ് ഗൾഫ്, മുരളീകൃഷ്ണൻ എന്നീ 2 കപ്പലുകളും ചൊവ്വാഴ്ച ഈ സുപ്രധാന എണ്ണപ്പാത കടന്നുപോയി. പീസ് ഗൾഫ് ഹെമ്രിയ തുറമുഖത്തേക്ക് പോയപ്പോൾ ഉപരോധം നേരിടുന്ന മറ്റൊരു കപ്പലായ മുരളീകൃഷ്ണ ഇറാഖിലേക്ക് നീങ്ങി. ഹോർമുസ് കടലിടുക്ക് തടയാനുള്ള ട്രംപിന്റെ നീക്കം ചൈനയെ പോലുള്ള പ്രമുഖ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് കാരണമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹോർമുസ് കടലിടുക്ക് ചൈനയ്ക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഹോർമുസിലൂടെ കടന്നു പോകുന്ന എണ്ണയുടെ 38%, LNGയുടെ 25% ലോകത്തിലെ ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയിലേക്കുള്ളതാണ്. ചൈനയുടെ കടൽ വഴിയുള്ള എണ്ണ വിതരണത്തിന്റെ പകുതിയോളം വരുന്നത് ഈ പാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇറാനിയൻ എണ്ണയുടെ പ്രധാന ഇറക്കുമതി രാജ്യം എന്ന നിലയിൽ ട്രംപിന്റെ ഈ നീക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുക ചൈനയായിരിക്കും. അടുത്ത മാസം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കായി ട്രംപ് ബീജിംഗ് സന്ദർശിക്കാനിരിക്കെ ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ നിർണായക സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.